ഹായ് ഫ്രണ്ട്സ്, എജു+ ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT 10ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഫിസിക്സ് ആണ്. 4ാമത്തെ ലെസൺ മുതലാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 4ാമത്തെ ലെസനാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതിനെയാണ് പ്രകാശ പ്രതിപതനമെന്ന് പറയുന്നത്. മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായി പ്രതിപതിക്കുന്നതാണ് വിസരിത പ്രതിപതനമെന്ന് പറയുന്നത്. മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായി പ്രതിപതിക്കുന്നതാണ് വിസരിത പ്രതിപതനം. ഇവിടെ പ്രതിപതനം സംഭവിക്കുന്നു, പ്രതിബിംബം രൂപീകരിക്കുന്നില്ല. ഉദാഹരണത്തിന് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്നത് വിസരണമാണ്. 2 ദർപ്പണത്തിലെ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനായിട്ട് 360 എത്ര ആംഗിളിലാണോ ആ ദർപ്പണങ്ങൾ വെച്ചിട്ടുള്ളത് അത് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം 1 മൈനസ് ചെയ്താൽ മതി. 60 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ 360/60 മൈനസ് 1 ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം 5 ആണ്. സമതല ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യ അകലത്തിലായിരിക്കും ദർപ്പണത്തിന് പിന്നിലായിട്ട് പ്രതിബിംബം രൂപപ്പെടുന്നത്. സമതല ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യ അകലത്തിലാണ് ദർപ്പണത്തിന് പിന്നിലായിട്ട് പ്രതിബിംബം രൂപപ്പെടുന്നത്. ഇത് മിത്തിയും നിവർന്നതും വസ്തുവിൻ്റെ അതേ വലിപ്പത്തിലുമായിരിക്കും. മുഖം നോക്കാൻ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണത്തിൽ മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. കോൺവെക്സ് ദർപ്പണത്തിൽ മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. ഇത് ചെറുതും നിവർന്നതും മിത്തിയുമായിരിക്കും. കോൺവെക്സ് ദർപ്പണത്തിലെ പ്രതിബിംബം ചെറുതും നിവർന്നതും മിത്തിയുമാണ്. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് എത്തിക്കുകയും മുഖ്യ ഫോക്കസിനും പോളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളെ വളരെ വലുപ്പത്തിലും നിവർന്നതുമായ പ്രതിബിംബം രൂപീകരിക്കുകയും ചെയ്യുന്നു. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഫീൽഡ് ഓഫ് വ്യൂ അല്ലെങ്കിൽ വീക്ഷണ വിസ്തൃതി കൂടുതലുള്ളത് കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ്. ഫോക്കസ് ദൂരം കാണാനുള്ള ഇക്വേഷനാണ് F = uv/u+v. 1/f = 1/u + 1/v എന്നുള്ളതാണ് ദർപ്പണ സമവാക്യം. തിരിഞ്ഞു പോകരുത്. ദർപ്പണ സമവാക്യം 1/f = 1/u + 1/v ആണ്. ദർപ്പണത്തിൻ്റെയും ലെൻസിൻ്റെയും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി. പോളിനെ ഒറിജിനാക്കി അല്ലെങ്കിൽ മൂലബിന്ദുവായി കണക്കാക്കിയാണ് ദൂരം അളക്കുന്നത്. ഓയിൽ നിന്ന് വലത്തോട്ട് പോസിറ്റീവും എതിർ ദിശയിൽ അളക്കുന്നത് നെഗറ്റീവുമായി കണക്കാക്കും. അതുപോലെ എക്സ് അക്ഷത്തിന് മുകളിലേക്കുള്ള ദൂരം +ആയും താഴേക്കുള്ള ദൂരം -ആയുമാണ് കണക്കാക്കുന്നത്. പതനരശ്മി ഇടത്തു നിന്നും വലത്തോട്ട് സഞ്ചരിക്കുന്നതായി പരിഗണിച്ചു വേണം ഇത് കണക്കാക്കാൻ. അടുത്ത ലെസനാണ് പ്രകാശത്തിൻ്റെ അപവർത്തനം. വായുവിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗം 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വായു അല്ലെങ്കിൽ ശൂന്യതയിലെ പ്രകാശവേഗം 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ജലത്തിൽ പ്രകാശത്തിൻ്റെ വേഗം 2.25×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഗ്ലാസിൽ പ്രകാശത്തിൻ്റെ വേഗത 2×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വജ്രത്തിൽ പ്രകാശവേഗത 1.25×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓരോ മാധ്യമത്തിൻ്റെയും സവിശേഷതകൾ അതിലൂടെ കടന്നു പോകുന്ന പ്രകാശവേഗതയെ സ്വാധീനിക്കുന്നുണ്ട്. പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശവേഗം കുറയുന്നു. പ്രകാശിക സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ പ്രകാശവേഗം കുറയുന്നു. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ദിശാവ്യതിയാനത്തിന് കാരണമാകുന്നത്. ഇങ്ങനെ ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ പാതയ്ക്ക്
വ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് അപവർത്തനമെന്ന് പറയുന്നത്. പ്രകാശരശ്മി വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ, അതായത് പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു. അതുപോലെ ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. ഇത് ചിത്രം ഉൾപ്പെടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നോക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് നോക്കാം. അപവർത്തന നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പതനകോൺ, അപവർത്തന കോൺ, വിഭജന തലത്തിൽ പതന ബിന്ദുവിൽ വരച്ച ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില സൈൻ i/സൈൻ r ആണ്. അത് ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇത് സ്നെൽ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പതനകോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില ഒരു സ്ഥിരസംഖ്യയായിരിക്കും എന്നാണ് സ്നെൽസ് ലോ പറയുന്നത്. ഈ സ്ഥിരസംഖ്യയെ അപവർത്തനാങ്കം എന്നാണ് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. n എന്ന അക്ഷരം കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു മാധ്യമത്തിനെ മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെയാണ് ആപേക്ഷിക അപവർത്തനാങ്കം അല്ലെങ്കിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിനെ മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെയാണ് ആപേക്ഷിക അപവർത്തനാങ്കം അല്ലെങ്കിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ കേവല അപവർത്തനാങ്കം അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെയാണ് കേവല അപവർത്തനാങ്കം അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപവർത്തനാങ്കം കാണാനായി പ്രകാശത്തിൻ്റെ വായുവിലെ വേഗം ബൈ പ്രകാശത്തിൻ്റെ മാധ്യമത്തിലെ വേഗം കണ്ടാൽ മതി. ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം 4/3 ആണ്. ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം 4/3 ആണ്. ജലത്തിൻ്റെ അപവർത്തനാങ്കം 3/2 ആണ്. ജലത്തിൻ്റെ അപവർത്തനാങ്കം 3/2. പെൻസിൽ വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോൾ വളഞ്ഞതുപോലെ തോന്നാൻ കാരണം അപവർത്തനമാണ്. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതിനെയാണ് പൂർണ്ണ ആന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതാണ് പൂർണ്ണ ആന്തര പ്രതിഫലനം. ഉദാഹരണത്തിന് അക്വാറിയത്തിൻ്റെ അടിത്തട്ട് ജല ഉപരിതലത്തിൽ കാണാൻ സാധിക്കുന്നതിന് കാരണം പൂർണ്ണ ആന്തര പ്രതിഫലനമാണ്. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോണിനെയാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത്. പ്രകാശരശ്മി പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ അളവ് 48.6 ഡിഗ്രിയാണ്. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണ് 48.6 ഡിഗ്രിയാണ്. ചികിത്സാ രംഗത്ത് എൻഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് പൂർണ്ണ ആന്തര പ്രതിഫലനം എന്ന പ്രകാശത്തിൻ്റെ സവിശേഷതയാണ്. എൻഡോസ്കോപ്പിൽ പൂർണ്ണ ആന്തര പ്രതിഫലനമാണ് നടക്കുന്നത്. വാർത്താവിനിമയ രംഗത്തെ ഒപ്റ്റിക്കൽ ഫൈബറിലും പൂർണ്ണ ആന്തര പ്രതിപതനമാണ് നടക്കുന്നത്. ഗോള ഉപരിതലങ്ങളുടെ ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് എന്ന് പറയുന്നത്. ഗോള ഉപരിതലങ്ങളുടെ ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. ലെൻസിൻ്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. ലെൻസിൻ്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്റർ. വക്രതാ കേന്ദ്രമാണ് ഗോളങ്ങളുടെ കേന്ദ്രം. ഒരു ലെൻസിൻ്റെ 2 വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഒരു ലെൻസിൻ്റെ 2 വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ്. കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ്. മുഖ്യ ഫോക്കസ് ക്യാപിറ്റൽ ലെറ്റർ F ആയിട്ടാണ് എഴുതുന്നത്. പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിത്തിയാണ്.
അപവർത്തനത്തിന് ശേഷം പരസ്പരം അകലുകയാണ് ചെയ്യുന്നത്. ഈ രശ്മികൾ പതനരശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നും. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റേത് നെഗറ്റീവുമാണ്. വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ. ഇത് ഒരു അനുപാത സംഖ്യയാണ്. നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ അത് മിഥ്യയും നിവർന്നതുമായിരിക്കും. ആവർത്തനം കാണാൻ പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരമാണ് കാണേണ്ടത്. m=v/u. v എന്ന് പറയുന്നത് പ്രതിബിംബത്തിൻ്റെ ഉയരം, u എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഉയരം. ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് പവർ എന്ന് പറയുന്നത്. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമത്തെയാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമത്തെയാണ് ലെൻസിൻ്റെ പവറായിട്ട് കണക്കാക്കുന്നത്. പവർ = 1/f ആണ്. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ. കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവുമാണ്. നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് അപവർത്തനം മൂലമാണ്. നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ്. ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം 1.52 ആണ്. 1.52 ആണ് ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം. ഗ്ലിസറിൻ്റെ അപവർത്തനാങ്കം 1.47 ആണ്. ഗ്ലിസറിൻ്റെ അപവർത്തനാങ്കം 1.47. സൺഫ്ലവർ ഓയിലിൻ്റെ അപവർത്തനാങ്കം 1.47 തന്നെയാണ്. ജലത്തിൻ്റെ അപവർത്തനാങ്കം 1.33 ആണ്. ജലത്തിൻ്റെ അപവർത്തനാങ്കം 1.33. ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം 1.62 ആണ്. 1.62. അടുത്തത് സുതാര്യ മാധ്യമങ്ങളുടെ കേവല അപവർത്തനാങ്കമാണ്. വായുവിൻ്റെ കേവല അപവർത്തനാങ്കമാണ് 1.0003. 1.303. ജലത്തിൻ്റെ അപവർത്തനാങ്കം 1.33 ആണ്. മണ്ണെണ്ണയുടെ കേവല അപവർത്തനാങ്കം 1.44 ആണ്. ടർപ്പൈൻറ്റൈൻ ഓയിലിൻ്റെ 1.47 ആണ്. ക്രൗൺ ഗ്ലാസിൻ്റെ 1.52. വജ്രത്തിൻ്റെ 2.42. പൈറക്സ് ഗ്ലാസിൻ്റെ 1.47 ആണ്. അടുത്ത ലെസൺ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെയാണ് നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ദൂരം കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ ആണ്. അതായത് ആരോഗ്യമുള്ള ഒരാളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. ഫാർ പോയിന്റ് അനന്തമാണ്. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സീലിയറി പേശി സങ്കോചിക്കുന്നു. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശി സങ്കോചിക്കുന്നു. ലെൻസിൻ്റെ വക്രത കൂടുന്നു. ഫോക്കസ് ദൂരം കുറയുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമ അവസ്ഥയിലായിരിക്കും. ലെൻസിൻ്റെ വക്രത കുറയുന്നു. ഫോക്കസ് ദൂരം കൂടുന്നു. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. കണ്ണിൻ്റെ ഈ വൈകല്യത്തെയാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ കണ്ണുകളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ദീർഘദൃഷ്ടി പരിഹരിക്കാം. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ് ഉള്ള ഒരാളുടെ നേത്രഗോളം വലിപ്പം കൂടുതലായിരിക്കും.
ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള നേത്ര പരിമിതിയെ പറയുന്നതാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി ഉള്ളവരുടെ ഫാർ പോയിന്റ് അനന്തതയിലായിരിക്കില്ല, കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലായിരിക്കും അവരുടെ ഫാർ പോയിന്റ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാം. പ്രായമായവരിൽ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കുന്നതാണ് വെള്ളെഴുത്തിലേക്ക് എത്തിക്കുന്നത്. വെള്ളെഴുത്തിനുള്ള പരിഹാരം കോൺവെക്സ് ലെൻസാണ്. ഒരു കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് 150 ഡിഗ്രി കോണളവിലെ ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നത്. ഒരു കണ്ണുകൊണ്ട് 150 ഡിഗ്രി കോണളവിലെ ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നത്. 2 കണ്ണുകൊണ്ട് നോക്കുമ്പോഴാണ് 180 ഡിഗ്രി കോണളവിൽ ത്രിമാന കാഴ്ച സാധ്യമാവുന്നത്. മരണശേഷം 6 മണിക്കൂറിനുള്ളിൽ കോർണിയ മാറ്റിവെക്കണം. നേത്രദാനത്തിനായി എടുക്കുന്ന കോർണിയ മരണത്തിന് ശേഷം 6 മണിക്കൂറിനുള്ളിലാണ് എടുക്കേണ്ടത്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇതിന് കാരണം അപവർത്തനമാണ്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി തിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ. പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് വർണ്ണരാജി അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തെയാണ് സമന്യുത പ്രകാശം അല്ലെങ്കിൽ കമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്യുത പ്രകാശം. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ചുവപ്പിനാണ്. 620 മുതൽ 700 നാനോമീറ്റർ വരെയാണ് തരംഗദൈർഘ്യം ഉണ്ടാകുന്നത്. ചുവപ്പിൻ്റെ തരംഗദൈർഘ്യം 620 to 700 ആണ്. വയലറ്റിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ളത്. 400 മുതൽ 440 നാനോമീറ്റർ വരെയാണ്. സൂര്യന് എതിർദിശയിലാണ് മഴവില്ല് രൂപപ്പെടുന്നത്. മഴവില്ല് രൂപപ്പെടാൻ കാരണം പ്രകീർണനമാണ്. മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടിരേഖ. മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടിരേഖ. ഇതിൻ്റെ കോണളവ്, മഴവില്ലിൻ്റെ കോണളവ് 40.8 ഡിഗ്രി മുതൽ 42.7 ഡിഗ്രി വരെയാണ്. ചുവപ്പിൻ്റെ കോണളവ് 42.7 ഡിഗ്രിയാണ്. പുറത്താണ് ചുവപ്പ് കാണപ്പെടുന്നത്, അകത്ത് കാണപ്പെടുന്ന നിറം വയലറ്റ് ആണ്. ചുവപ്പിൻ്റെ കോണളവ് 42.7 ഡിഗ്രിയാണ്. വയലറ്റിൻ്റെ കോണളവ് 40.8 ഡിഗ്രിയാണ്. പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്ന് ധവളപ്രകാശം രൂപപ്പെടുന്നു. പ്രാഥമിക വർണ്ണങ്ങളാണ് പച്ച, നീല, ചുവപ്പ്. പനിച്ചു എന്ന് കണക്ട് ചെയ്യാം. പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാവുന്നവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. പച്ചയും ചുവപ്പും ചേർന്ന് മഞ്ഞ നിറമാണ് ഉണ്ടാകുന്നത്. പച്ചയും നീലയും ചേർന്നുണ്ടാകുന്നത് സയനാണ്. നീലയും ചുവപ്പും ചേർന്നാണ് മജന്ത ഉണ്ടാകുന്നത്. പച്ചയും ചുവപ്പും ചേർന്ന് മഞ്ഞ, പച്ചയും നീലയും ചേർന്ന് സയൻ, നീലയും ചുവപ്പും ചേർന്ന് മജന്ത. വിമാനത്തിൽ ഇരുന്നു കൊണ്ട് മഴവില്ല് കാണുമ്പോൾ വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത്. വിമാനത്തിൽ നിന്ന് മഴവില്ല് വൃത്താകൃതിയിൽ കാണപ്പെടുന്നു. സൂര്യൻ ചക്രവാളത്തോട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണുന്ന മഴവില്ലിൻ്റെ ഭാഗം കൂടുതലായിരിക്കും. സൂര്യൻ ചക്രവാളത്തോട് അടുത്ത് നിൽക്കുമ്പോൾ മഴവില്ലിൻ്റെ ഭാഗം കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ചക്രവാളത്തിൽ നിന്ന് ഉയരത്തിലാണെങ്കിൽ മഴവില്ല് അദൃശ്യമാകും. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത 0.0625 സെക്കൻഡാണ്. അതായത് 1/16 സെക്കൻഡാണ്. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ് അല്ലെങ്കിൽ 0.0625 സെക്കൻഡാണ്. പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണമെന്ന് പറയുന്നത്. പ്രകാശത്തിന് മാധ്യമത്തിലെ കണികകളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം. വിസരണം കൂടുതലുള്ളത് വയലറ്റിനും വിസരണം കുറവ് ചുവപ്പിനുമാണ്. വിസരണത്തിൻ്റെ നിരക്കും കണങ്ങളുടെ വലിപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടും. കണങ്ങളുടെ വലിപ്പം കൂടിയാൽ വിസരണം കൂടും. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരേപോലെയായിരിക്കും. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരേപോലെയായിരിക്കും. സൂര്യൻ ഉദയാസ്തമയങ്ങളിൽ ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ കാരണം വിസരണമാണ്. ഒരു കൊളോയിഡിയൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു.
അതിനാൽ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസത്തെയാണ് ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. ഒരു കൊളോയിഡിയൽ ദ്രവത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകുന്നു. അതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകുന്ന പ്രതിഭാസത്തെയാണ് ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. കൊളോയിഡിയൽ കണികകളുടെ വലിപ്പം കൂടുമ്പോൾ വിസരണ തീവ്രത കൂടുന്നു. അമിതമായ അളവിലും വിവേചനരഹിതമായ രീതിയിലുമുള്ള പ്രകാശത്തിൻ്റെ ഉപയോഗമാണ് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. അമിതമായ അളവിലും വിവേചനരഹിതമായ രീതിയിലുമുള്ള പ്രകാശത്തിൻ്റെ ഉപയോഗത്തെയാണ് പ്രകാശ മലിനീകരണം എന്ന് പറയുന്നത്. പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ആഴ്ചയിൽ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുന്നു. ഈ ആശയം കൊണ്ടുവന്നത് വെർജീനിയയിലെ ജെന്നിഫർ ബാർലോ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. ഇനി ഫിസിക്സിൻ്റെ ഭാഗത്ത് ഒരു ലെസൺ കൂടിയാണ് ബാക്കിയുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്